ബെഞ്ചമിൻ മെൻഡി നമുക്കറിയാം, ഫ്രാൻസ് നാഷണൽ ടീമിന്റെ 2018 വേൾഡ് കപ്പ് വിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന ഒരു താരമാണ്. താരത്തിനെ കൂടുതൽ നമുക്ക് സുപരിചിതം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 2017 മുതൽ 2023 വരെ 6 വർഷക്കാലം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 6 സീസൺസ് EPL. സോ അത്രയും ഫേമസ് ആയ അദ്ദേഹത്തിന് 2018 വേൾഡ് കപ്പ് വിന്നർ ആയപ്പോൾ ആ കളിച്ച ടീമിലെ എല്ലാ പ്ലേയേഴ്സിനും റിപ്ലിക്ക ട്രോഫി കൊടുക്കാറുണ്ട്. വിന്നേഴ്സിന് നമ്മൾ ഒരു മോഡലായിട്ട് റിപ്ലിക്ക ട്രോഫി, ഭയങ്കര വാല്യൂ ആണ് അതിന് കേട്ടോ. ഓരോ പ്ലെയർക്കും ഓരോ റിപ്ലിക്ക ട്രോഫി വെച്ച് കൊടുക്കും. അവർക്ക് വീട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാനോ അവർ വേൾഡ് കപ്പ് നേടേണ്ട ഓർമ്മയ്ക്കായിട്ട് ആ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുന്നതാണ്. അപ്പൊ അത് നമ്മുടെ ബെഞ്ചമിൻ മെൻഡിക്കും കിട്ടിയിരുന്നു. എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ ബെഞ്ചമിൻ മെൻഡിക്കും കിട്ടി. ഇപ്പൊ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ആ സംഭവം അങ്ങോട്ട് ലേലത്തിൽ വെച്ച് വിറ്റു. റിപ്ലിക്ക ട്രോഫി ആട്ടോ, ആലോചിക്കണം. എല്ലാ കളിക്കാർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. എത്രയോ കളിക്കാർ കണ്ണീരണിഞ്ഞ് ലോകകപ്പിൽ നിന്ന് പുറത്തു പോയിട്ട് അത് കിട്ടാണ്ട്. ഇദ്ദേഹം കിട്ടിയ ട്രോഫി വിറ്റിരിക്കുന്നു. എത്ര രൂപയ്ക്കാന്നല്ലേ? 46,000 പൗണ്ടിനാണ് അദ്ദേഹം ഈ ട്രോഫി വിറ്റത് ലേലത്തിൽ. ഭയങ്കര വലിയൊരു തുകയ്ക്ക്, ഭീമമായ തുകയ്ക്കാണ് ഇത് പോയത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, മാധ്യമപ്രവർത്തകർക്ക് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത് വിറ്റത്? ഇത്രയും വാല്യൂ ഉള്ള ഒരു ട്രോഫി അല്ലേ? അപ്പൊ അദ്ദേഹം ലളിതമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്, എന്റെ കബ്ബോർഡിൽ വെക്കാൻ ഇതിന് സ്ഥലമില്ല. അപ്പൊ ഞാനത് വിൽക്കാൻ തീരുമാനിച്ചു. എന്തായാലും എനിക്കിപ്പോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൈസ കിട്ടി. ഇത് എന്റെ മക്കൾക്കും ഫാമിലിക്കും ഭാവിയിൽ ഗുണകരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സംഭവം റിപ്ലിക്ക ട്രോഫി എന്തായാലും ഞാൻ 2020 വേൾഡ് കപ്പ് വിന്നറാണെന്ന് ഗൂഗിൾ അടിച്ചാൽ ഇത് പുതിയ തലമുറയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും. റിപ്ലിക്ക ട്രോഫിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ കളിക്കാൻ ഡെൻമാർക്കിനെതിരെ കളിച്ച വീഡിയോസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എന്തിനാണ് ഈ ഒരു ഡമ്മി സാധനം വെച്ചിരിക്കുന്നത്? ഇത് വിറ്റ് എനിക്ക് ഇത്രയും പൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വിന്നറാണെന്ന് ലോകത്തിന് അറിയുകയും ചെയ്യാം, എനിക്ക് കാശും കിട്ടും. അപ്പൊ ഡബിൾ ഓഫറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് വിറ്റതെന്ന് ലളിതമായാണ്, ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഉത്തരം പറയുന്നത്. സോ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വട്ടം നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കുമ്പോൾ സത്യമല്ലേ, എന്താണ് അതിൽ തെറ്റുള്ളത്? അപ്പൊ ആ സംഭവം വെറുതെ കയ്യിൽ ചിലവരത് ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു. ഓക്കെ, ഇദ്ദേഹത്തെ സംബന്ധിച്ച് 46,000 പൗണ്ട് എന്നത് വലിയൊരു തുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതാ നല്ലതെന്ന് തോന്നി. സോ അദ്ദേഹം അത് ചെയ്യുകയാണ് ചെയ്തത്. എനിവേ, ഞാൻ മെൻഡിയുടെ കൂടെയാണ് കേട്ടോ. കാരണം വെറുതെ ഒരു ഡമ്മിയെ വെച്ച് നമ്മൾ ഇത്രയും നാൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതും ന്യൂജൻ കാലഘട്ടമാണ്. ആള് കളിച്ച വീഡിയോ, ലോകകപ്പ് നേടിയതെല്ലാം സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. സോ എന്തിനാണ് ഈ ഡമ്മി സംഭവം നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യം? റിപ്ലിക്ക ട്രോഫി ഒക്കെ വിറ്റുകളയാണ്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അവിടെ മാന്യമായ ചർച്ചകൾ ചെയ്യാം.